സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേയിലേക്ക് എല്ലാ ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 34 അധ്യായമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ബൈബിളിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന, വായിക്കാൻ പ്രയാസമുള്ള ഭാഗങ്ങളിലൊന്നാണ്. അതെ, തീർച്ചയായും വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു അധ്യായം. കഴിഞ്ഞ ആഴ്ച നമ്മൾ യാക്കോബും ഏശാവും തമ്മിലുള്ള ആ അനുരഞ്ജനം കണ്ടു, അല്ലേ? ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം. അതെ. അവിടെ നിന്ന് പെട്ടെന്ന് ഒരു സംഘർഷത്തിലേക്ക്, ഒരു ദുരന്തത്തിലേക്കാണ് ഈ അധ്യായം നമ്മെ കൊണ്ടുപോകുന്നത്. ശരിയാണ്, ആ ഒരു കോൺട്രാസ്റ്റ് വളരെ വലുതാണ്. യാക്കോബ് ഷെക്കേം എന്ന സ്ഥലത്തിനടുത്ത് കുറച്ച് സ്ഥലം വാങ്ങി അവിടെ കൂടാരമടിച്ച് താമസിക്കുകയാണ്. അവന്റെ ഏകമകളാണ് ദീന. ഏകദേശം ഒരു 12-13 വയസ്സൊക്കെ കാണും. അവൾ ആ നാട്ടിലെ സ്ത്രീകളെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു. ഒരു കൗമാരക്കാരിയുടെ സാധാരണ കൗതുകം. പുതിയ സ്ഥലം, പുതിയ ആളുകൾ. അതെ, പക്ഷെ അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഈ അധ്യായം. ഇത് ശ്രദ്ധയോടെ ഒന്ന് പരിശോധിക്കുക, ഇതിലെ ആ വേദനിപ്പിക്കുന്ന സത്യങ്ങളെ ഒന്ന് അഭിമുഖീകരിക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിനും വിശ്വാസത്തിനും എന്ത് പാഠമാണ് കിട്ടുന്നതെന്ന് നോക്കുക. അതെ, അപ്പൊ നമുക്ക് ദീനയുടെ ആ ദുരനുഭവത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? തുടങ്ങാം. കഥയുടെ തുടക്കം തന്നെ വളരെ വളരെ ക്രൂരമാണ്. ആ ദേശത്തെ പ്രമാണിയായ ഹമോരിന്റെ മകൻ ഷെഖേം, രാജകുമാരൻ എന്ന് പറയാം. അതെ, അവൻ ദീനയെ കാണുന്നു. വചനം പറയുന്നത് ശ്രദ്ധിക്കണം. കണ്ടു, പിടിച്ചു, അവളോടുകൂടെ ശയിച്ചു, അവളെ വഷളാക്കി. ഇതില് പ്രണയത്തിന്റെ ഒരു അംശം പോലുമില്ല. ഇല്ല. ഇതൊരു വയലൻസ് ആണ്. ലൈംഗിക അതിക്രമം, അധികാരത്തിന്റെ ദുർവിനിയോഗം. ശരിയാണ്. പക്ഷെ അതിന് ശേഷം നടക്കുന്നതാണ് കൂടുതൽ, വിചിത്രമായി തോന്നുന്നത്. അതെ, ഈ ക്രൂരകൃത്യത്തിന് ശേഷം ഷെഖേമിന് ദീനയോടൊരു സ്നേഹം തോന്നുന്നു. സ്നേഹം, അതിക്രമം കഴിഞ്ഞിട്ട് തോന്നുന്ന ഈ ആദരവ്, അത് പലപ്പോഴും പൊള്ളയാണ്. എന്നിട്ട് അവൻ അച്ഛനായ ഹമോറിനെ അയക്കുന്നു യാക്കോബിനോട് ദീനയെ വിവാഹം കഴിപ്പിച്ചു തരാൻ ചോദിക്കാൻ. അതെ, വെറും വിവാഹാഭ്യർത്ഥന മാത്രമല്ല, അതോടൊപ്പം വലിയ വാഗ്ദാനങ്ങളുമുണ്ട്. എന്തൊക്കെയായിരുന്നു അത്? ഈ രണ്ടു കൂട്ടർക്കും, അതായത് യാക്കോബിന്റെ കുടുംബത്തിനും ഷെക്കേമിലെ ആളുകൾക്കും പരസ്പരം വിവാഹം കഴിക്കാം, കച്ചവടം ചെയ്യാം, ഈ നാട്ടിൽ തന്നെ ഒരുമിച്ച് കഴിയാം എന്നൊക്കെ. ഒരു സമാധാന ഉടമ്പടി പോലെ. പക്ഷെ അതിന്റെ തുടക്കം ഒരു അതിക്രമത്തിൽ നിന്നായിരുന്നു. അതെ, ആ സമയത്ത് യാക്കോബിന്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. അവൻ നിശബ്ദനായിരുന്നു. മക്കൾ വയലിൽ നിന്ന് വരുന്നതുവരെ കാത്തിരുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? ഒരു പിതാവിന്റെ ആഘാതമാണോ? നിസ്സഹായതയാണോ? അതോ വരാനിരിക്കുന്നൊരു വലിയ പൊട്ടിപ്പെറിയുടെ മുന്നോടിയാണോ? പറയാൻ പ്രയാസമാണ്. പക്ഷെ ആ നിശബ്ദത, അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മക്കൾ ഈ വാർത്ത അറിഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? അവർക്ക് സഹോദരിക്ക് സംഭവിച്ചതിൽ വലിയ ദുഃഖവും അതിലേറെ കോപവുമുണ്ടായി. ഉള്ളിലവർ തിളച്ചുമറിയുകയായിരുന്നു. പക്ഷെ പുറമെ അവരത് കാണിച്ചില്ല. ഇല്ല, അതാണ് വഞ്ചനയുടെ തുടക്കം. ശിമെയോനും ലേവിയുമാണ് ഇതിന് മുൻകൈ എടുക്കുന്നത്. അവരൊരു കെണിയൊരുക്കുകയായിരുന്നു. ഹമോറും ഷെഖേമും വിവാഹാലോചനയുമായി വന്നപ്പോൾ ഇവർ ഒരു ഉപാധി വെച്ചു. അതെ, പരിച്ഛേദന ഏൽക്കാത്ത ഒരാൾക്ക് ഞങ്ങളുടെ സഹോദരിയെ തരുന്നത് ഞങ്ങൾക്ക് ഒരു അപമാനമാണ്. നിങ്ങളും ഞങ്ങളെപ്പോലെ ആകണം. നിങ്ങളുടെ പുരുഷന്മാരെല്ലാം പരിച്ഛേദന ഏൽക്കണം. പുറമേ നോക്കുമ്പോൾ ഇതൊരു മതപരമായ നിബന്ധനയായി തോന്നാം. കാരണം പരിച്ഛേദന അവർക്ക് ദൈവവുമായുള്ള ഉടമ്പടിയുടെ അടയാളമാണ്. എന്നാൽ ഇവിടെ അതൊരു ആയുധമായി മാറി, ഒരു മറയായി മാറി. തികഞ്ഞ വഞ്ചന. മറുവശത്ത് ഹമോറും ഷെഖേമും എന്തിനാണ് തങ്ങളുടെ പട്ടണത്തിലുള്ളവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നത്? അവരുടെ ലക്ഷ്യവും അത്ര ശുദ്ധമായിരുന്നില്ല, അല്ലേ? അല്ല, അവർ തമ്മിൽ പറയുന്നുണ്ട്, അവരുടെ കന്നുകാലികളും സ്വത്തും മൃഗങ്ങളുമെല്ലാം നമുക്കാവുകയില്ലയോ, നമ്മൾ സമ്മതിച്ചാൽ മാത്രം മതി. അപ്പോൾ ഒരു സാമ്പത്തിക ലാഭം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരും ഈ വ്യവസ്ഥ അംഗീകരിക്കുന്നത്. അതെ, അങ്ങനെ ആ പട്ടണത്തിലെ എല്ലാവരും പരിച്ഛേദനയേറ്റു. എന്നിട്ട് 3-ാം ദിവസം, പരിച്ഛേദന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദനയും അസ്വസ്ഥതയും അനുഭവിക്കുന്ന സമയം, അവർക്ക് പ്രതിരോധിക്കാൻ പോലും ശേഷിയില്ലാത്ത സമയം. ആ സമയത്ത് ശിമെയോനും ലേവിയും വാളുകളുമായി ആ പട്ടണത്തിലേക്ക് കയറി ചെന്നു. അതെ. എന്നിട്ട് ഹമോറിനെയും ഷെഖേമിനെയും തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന പ്രായപൂർത്തിയായ എല്ലാ പുരുഷന്മാരെയും അവർ കൊന്നുകളഞ്ഞു. ഒരു കൂട്ടക്കൊല. അതെ, സഹോദരിയോട് ചെയ്തതിനുള്ള പ്രതികാരമെന്ന പേരിൽ. പക്ഷേ ഇത് നീതിയായിരുന്നോ? ഒരിക്കലുമല്ല. ഇത് വഞ്ചനയിൽ കെട്ടിപ്പടുത്ത അതിരുകടന്നൊരു പ്രതികാരമായിരുന്നു. നിരപരാധികളും അതിൽ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് നിർത്തിയില്ല.
യാക്കോബിന്റെ മറ്റു മക്കളും പിന്നാലെ ചെന്നു. എന്തിന്? ആ പട്ടണം കൊള്ളയടിക്കാൻ. അവർ ദീനയെ ഷെഖേമിന്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. അതോടൊപ്പം പട്ടണത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി. കന്നുകാലികളെയും മറ്റ് സമ്പത്തുമെല്ലാം പിടിച്ചെടുത്തു. അക്രമം കൂടുതൽ വലിയ ക്രമത്തിലേക്ക് നയിച്ചു. പ്രതികാരം കൂടുതൽ വലിയ ദുരന്തത്തിലേക്ക്. ഈ ഭീകരതയ്ക്ക് ശേഷം യാക്കോബ് മക്കളെ ശാസിക്കുന്നുണ്ട്. പക്ഷെ ആ ശാസനയിൽ എന്താണ് ഊന്നൽ കൊടുക്കുന്നത്? അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. മക്കൾ ചെയ്ത ഈ ക്രൂരകൃത്യത്തിന്റെ അധാർമികതയെക്കുറിച്ചോ ദൈവനാമം ദുഷിക്കപ്പെട്ടതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ദീന അനുഭവിച്ച വേദനയെക്കുറിച്ചോ ഒന്നുമല്ല അവൻ പ്രധാനമായും പറയുന്നത്. അവൻ പറയുന്നത്, നിങ്ങൾ എന്നെ കഷ്ടത്തിലാക്കി, ഈ നാട്ടുകാരായ കനാന്യരുടെയും പെരിസ്യരുടെയും മുന്നിൽ എന്നെ വെറുപ്പുള്ളവനാക്കി. എന്റെ ആൾബലം കുറവാണ്. അവരൊരുമിച്ച് വന്ന് എന്നെയും എന്റെ കുടുംബത്തെയും നശിപ്പിക്കും. സ്വന്തം സുരക്ഷയെക്കുറിച്ചുള്ള ഭയം, അതാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഒരു നേതാവെന്ന നിലയിലുള്ള ഒരു പരാജയം കൂടിയല്ലേ അത്? ഒരു പരിധിവരെ അങ്ങനെ പറയാം. പ്രതിസന്ധി ഘട്ടത്തിൽ ധാർമ്മികമായ ഒരു നിലപാടെടുക്കുന്നതിന് പകരം പ്രായോഗികമായ ഭയത്തിന് മുൻഗണന നൽകുന്നതുപോലെ തോന്നും. ഈ കഥയിൽ നിന്ന് നമുക്കൊരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഒന്നാമത്തേത്, ദീനയുടെ ശബ്ദമില്ലായ്മ. അതെ, ഈ അധ്യായം മുഴുവൻ അവളെക്കുറിച്ചാണ്. പക്ഷെ അവൾ ഒരു വാക്ക് സംസാരിക്കുന്നില്ല. അവൾക്ക് എന്തു തോന്നി, അവളുടെ വേദന, അവളുടെ ആഗ്രഹം ഒന്നും നമ്മൾ അറിയുന്നില്ല. ഇരകളുടെ ശബ്ദമില്ലാതാക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രതീകം. പിന്നെ ഷെഖേമിന്റെ ആ സ്നേഹം, നമ്മൾ നേരത്തെ പറഞ്ഞ വൈരുദ്ധ്യം, ഉടമസ്ഥതയെയും അധികാരത്തെയും സ്നേഹമെന്ന് തെറ്റിദ്ധരിക്കുന്നത്. സഹോദരന്മാരുടെ പ്രവൃത്തിയാണെങ്കിൽ ഏറ്റവും പവിത്രമായൊരു ഉടമ്പടിയെ, പരിച്ഛേദനയെ അവർ പ്രതികാരത്തിനും വഞ്ചനയ്ക്കും വേണ്ടി ഉപയോഗിച്ചു. വിശ്വാസത്തെ ആയുധമാക്കുന്നതിന്റെ അപകടം അതെന്നും പ്രസക്തമാണ്. യാക്കോബിന്റെ ആ നിഷ്ക്രിയത്വവും പിന്നീട് വരുന്ന ഭയവും നേതൃത്വത്തിന്റെ ഒരു വീഴ്ചയായി കാണാം. അതേസമയം ഈ അധ്യായം ബൈബിളിന്റെ ഒരു സത്യസന്ധതയും കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? അതായത്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്നവർ പോലും വലിയ തെറ്റുകൾ ചെയ്യാം, ധാർമ്മികമായി വീണുപോകാമെന്ന് ബൈബിൾ തുറന്നു സമ്മതിക്കുന്നു. യാഥാർത്ഥ്യബോധത്തോടെയാണ് മനുഷ്യരുടെ കഥകൾ പറയുന്നത്. നന്മയും തിന്മയും ഒരുപോലെ രേഖപ്പെടുത്തുന്നു. അതെ. പിന്നീട് ഉൽപ്പത്തി 49 യാക്കോബ് മരിക്കുന്നതിനു മുമ്പ് ഷിമിയോനും ലേവിക്കും കൊടുക്കുന്നൊരു ശാപമുണ്ട്. ഓ, ശരിയാണല്ലോ. അന്നത്തെ അവരുടെ ആ കോപവും ക്രൂരതയും അവരുടെ ഭാവിയെ എങ്ങനെ ബാധിച്ചു എന്നവിടെ പറയുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികൾക്ക് ദീർഘകാല പ്രത്യാഘാതങ്ങളുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള ഈ കഥയ്ക്ക് ഇന്നത്തെ ലോകത്ത് എന്ത് പ്രസക്തിയാണുള്ളത്? ഒരുപാടുണ്ട്. ലൈംഗികാതിക്രമങ്ങള് അതിന്നും നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. #MeToo പോലുള്ള മുന്നേറ്റങ്ങൾ ഈ വിഷയത്തിന്റെ ഗൗരവം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പുരുഷാധിപത്യ ചിന്താഗതികൾ എങ്ങനെയാണ് സ്ത്രീകളെ വസ്തുവൽക്കരിക്കുന്നതെന്നും അതെങ്ങനെയൊക്കെയാണ് അതിക്രമങ്ങളിലേക്ക് നയിക്കുന്നതെന്നും ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ നീതി നടപ്പാക്കാൻ നിയമം കയ്യിലെടുക്കുന്നതിന്റെ അപകടം ശിമയോനും ലേവിയും ചെയ്തതാണ്. അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ കണ്ടു. ദീനയുടെ അനുഭവം ഇന്നും പല രൂപത്തിൽ സ്ത്രീകൾ നേരിടുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് സ്കൂളുകളിലോ കോളേജുകളിലോ ആകാം, ജോലിസ്ഥലത്താകാം, യാത്രകളിലാകാം, എന്തിന് സോഷ്യൽ മീഡിയയിൽ പോലുമാകാം. ശരിയാണ്. അധികാരവും വാഗ്ദാനങ്ങളും ഉപയോഗിച്ച് കെണികളൊരുക്കുന്ന ഷെഖേമുമാർ ഇന്നുമുണ്ട്. അതുപോലെ വിശ്വാസത്തെയും മതചിഹ്നങ്ങളെയും അക്രമത്തിനും വിദ്വേഷത്തിനും വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് ശിമയോനും ലേവിയും ചെയ്തതിന്റെ മറ്റൊരു രൂപം. മതത്തിന്റെ പേരിലുള്ള തീവ്രവാദമായാലും ആൾക്കൂട്ട ആക്രമണങ്ങളായാലും അതിന്റെയെല്ലാം പിന്നിൽ ഇതേ മനോഭാവം കാണാം. പിന്നെ യാക്കോബിന്റെ പ്രതികരണം പോലെ പ്രശ്നത്തിന്റെ കാതൽ കാണാതെ പുറമേയുള്ള മാനത്തെയും സ്വന്തം നിലനിൽപ്പിനെയും കുറിച്ച് മാത്രം ചിന്തിക്കുന്ന നേതൃത്വങ്ങൾ, അതും ഇന്നും പ്രസക്തമാണ്. അപ്പോ ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്കുള്ള ചില ആഹ്വാനങ്ങൾ എന്തൊക്കെയാണത്? ഒന്നാമതായി, അതിക്രമങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ മൗനം വെടിയുക. ഇരകളെ പിന്തുണയ്ക്കുക, അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. സമ്മതം, കൺസെന്റ് എന്നതിന്റെ പ്രാധാന്യം, അത് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ചു പുരുഷന്മാരുടെ ഇടയിൽ ആഴത്തിൽ മനസ്സിലാക്കി കൊടുക്കണം. സംരക്ഷണം എന്ന് പറയുന്നത് പ്രതികാരമല്ല, മറിച്ച് തടയലാണ്. അതെ, ആൺകുട്ടികളെ വളർത്തുമ്പോൾ അവരിൽ സഹാനുഭൂതിയും ബഹുമാനവും വളർത്തുക, അധികാരബോധമല്ല. നമ്മുടെ ലക്ഷ്യം ശലോമായിരിക്കണം, പ്രതികാരമല്ല. ശലോം എന്ന് പറഞ്ഞാൽ വെറുതെ യുദ്ധമില്ലായ്മയല്ല, അത് പൂർണ്ണതയാണ്, സമാധാനമാണ്, മുറിവുണക്കലാണ്, അനുരഞ്ജനമാണ്. നമ്മുടെ സഭകളും കൂട്ടായ്മകളും മുറിവേറ്റവർക്ക്,
സുരക്ഷിതമായ താവളങ്ങളാകണം. അനീതി കാണുമ്പോൾ അക്രമമില്ലാതെ സമാധാനപരമായി നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നമുക്ക് ധൈര്യമുണ്ടാകണം. അപ്പോ ഈ അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്തായിരിക്കും? ചുരുക്കി പറഞ്ഞാൽ ഒരുപക്ഷെ ഇതായിരിക്കാം: നമ്മുടെ ഈ തകർന്ന ലോകത്തിൽ യഥാർത്ഥ ദൈവിക നീതി ആവശ്യപ്പെടുന്നത് ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി സംസാരിക്കാനാണ്. കടുത്ത കോപം വരുമ്പോഴും ആത്മനിയന്ത്രണം പാലിക്കാനാണ്. പ്രതികാരത്തിനപ്പുറം പുനഃസ്ഥാപനം, മുറിവുണക്കൽ ലക്ഷ്യം വെക്കാനാണ്. ദൈവം ദീനയുടെ വേദന കണ്ടു, അതുപോലെ നമ്മുടെ വേദനകളും അവൻ കാണുന്നുണ്ട്. അതെ, ഏറ്റവും ഭീകരമായ കഥകളെപ്പോലും സത്യത്തിന്റെ സാക്ഷ്യങ്ങളാക്കാൻ ദൈവത്തിന് കഴിയുമെന്നൊരു പ്രത്യാശയും ഇതിലുണ്ട്. ഈ ചർച്ചയുടെ അവസാനം ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കാനുണ്ട്. സഹോദരന്മാർ പ്രതികാരം ചെയ്തപ്പോൾ അവരുടെ ന്യായീകരണം എന്തായിരുന്നു? അവൻ ഞങ്ങളുടെ സഹോദരിയോട് ഒരു വേശ്യയോട് എന്ന പോലെ പെരുമാറണമോ? അവരുടെ ആ വേദനയും കോപവും നമുക്ക് മനസ്സിലാകും, അത് ന്യായമാണ്. പക്ഷേ അവര് തെരഞ്ഞെടുത്ത വഴി അത് കൂടുതൽ ഇരുട്ടിലേക്കാണ് നയിച്ചത്. ഒരു അനീതിയെ മറ്റൊരു വലിയ അനീതി കൊണ്ട് നേരിടാൻ ശ്രമിക്കുന്നത് ശരിയായ നീതിയാണോ? പ്രതികാരത്തിന്റെ വഴി തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നത് ആരെയാണ്? ഇരയുടെ മാനമാണോ, അതോ നമ്മുടെ സ്വന്തം മുറിവേറ്റ അഭിമാനമാണോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം. അതെ, നമുക്ക് പ്രാർത്ഥനയോടെ ഈ ഭാഗം അവസാനിപ്പിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലെ മറഞ്ഞിരിക്കുന്ന മുറിവുകളെപ്പോലും അങ്ങ് കാണുന്നുവല്ലോ. അതിക്രമങ്ങളും വഞ്ചനകളും നിറഞ്ഞ ഞങ്ങളുടെ ലോകത്തിലെ ഷെഖേമുകളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരേണമേ. നിശബ്ദമാക്കപ്പെട്ട നിലവിളികൾക്കും വഞ്ചനയുടെ വാക്കുകൾക്കും പ്രതികാരത്തിന്റെ പ്രവൃത്തികൾക്കും ഞങ്ങൾ മാപ്പു ചോദിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ഷെഖേമുകളെയും ശിമയോനുകളെയും നീക്കം ചെയ്യണമേ. ദീനയുടെ വേദനയിൽ അങ്ങ് പങ്കുചേർന്നതിനും ഈ ഭീകരമായ അധ്യായത്തെപ്പോലും രക്ഷയുടെ വലിയ ചിത്രത്തിലേക്ക് നെയ്തതിനും ഞങ്ങൾ നന്ദി പറയുന്നു. അതിക്രമം മുറിവേൽപ്പിച്ചെടുത്ത് അവിടുത്തെ സൗഖ്യം നൽകണമേ. അങ്ങയുടെ വെളിച്ചത്തിൽ നടക്കാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. അനീതിക്കെതിരെ രക്തച്ചൊറിച്ചിലില്ലാതെ നിലകൊള്ളാൻ ധൈര്യം നൽകണമേ. മുറിവേറ്റവരെ സ്നേഹത്തോടെ സംരക്ഷിക്കുന്ന സമൂഹങ്ങളെ, സഭകളെ അങ്ങ് ഉയർത്തണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ആമേൻ. ആമീൻ. ഇന്നത്തെ ഈ ദൈവവചന ചിന്തകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓർക്കുക, നമ്മുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ദൈവവചനം ഒരുമിച്ച് പഠിക്കുവാനും ആത്മീയമായി ഒരുമിച്ച് വളരുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്തയാഴ്ച പുതിയൊരു വേദഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയും സമാധാനവും നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ. ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.